എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ കണ്ടെത്തുന്നത് പുട്ടിച്ചിറയിലാണ്. അദ്ദേഹം ഇവിടെ ഒരു വീടുകളിൽ അവിടെ എത്തി ആളുകളോട് വോട്ട് ചോദിക്കുകയാണ്. എന്തായാലും ഒരു ദിവസം ഞെട്ടിപ്പോയി. 43 പരിപാടികൾ വരെയാണ് ആ ലിസ്റ്റ് കാണുമ്പോൾ ഉള്ളത്. അതിവേഗത്തിലുള്ള ഓട്ടം തന്നെയാണ്. 60 കേന്ദ്രങ്ങളാണ്. ഈ തൃശ്ശൂർ പൂരത്തിന് പറയുന്നത് പൂരപ്രേമികൾക്ക് ഒരിക്കലും ഈ തളർച്ച ഉണ്ടാവില്ലെന്ന്. ഒരു 48 മണിക്കൂർ ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കും. അത് പൂരത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പൂരം കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അധ്വാനമുള്ള കാര്യമാണ്. അതിനേക്കാളും വലിയ പൂരമാണ് ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ പ്രവർത്തകർ, ഞാൻ മാത്രമല്ല, എന്നേക്കാൾ കൂടുതൽ അലഞ്ഞ് തിരിഞ്ഞ് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ പ്രവർത്തകരാണ്. അവരാവും പകലും രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ റോട്ടിലിറങ്ങിയാൽ അവർ പോസ്റ്റ് ഒട്ടിക്കുന്നുണ്ടാവും. രാവിലെ 6 മണിക്ക് നമ്മളൊരു പരിപാടിക്ക് വരാൻ പറഞ്ഞാൽ അവരവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അതാണ് പ്രവർത്തകരും നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രയത്നമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതെ, നമസ്കാരം കേട്ടോ. ഇതിലിപ്പോൾ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത്രയധികം ഒരു വീറും വാശിയുള്ള തെരഞ്ഞെടുപ്പ് മുൻപുണ്ടായിട്ടുണ്ടോ, കരിയറിലുണ്ടായിട്ടുണ്ടോ? അല്ല, എല്ലാ തെരഞ്ഞെടുപ്പിനും വീറും വാശി ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പിൻ്റെ പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രത്യേകത, ദേശീയ രാഷ്ട്രീയത്തിൽ അതിനൊരു വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഒരു കാലത്തില്ലാത്ത വിധത്തിലുള്ളൊരു ഡെമോക്രസിയെ ചോദ്യം ചെയ്യുന്ന, മതേതരത്വത്തെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇതുപോലെ മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കൊരു വലിയൊരു ആശങ്കയുണ്ട്. അതായത് ഇനി വീണ്ടും ഈ നമ്മുടെ രാജ്യത്തിന് അപകടം സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരാശങ്ക ജനങ്ങൾക്കുള്ളതുകൊണ്ട് അങ്ങനെ പോകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. നാട്ടുകാർക്കിടയിൽ ഒരു സ്വന്തം പയ്യൻ അങ്ങനെ ഒരു വിളിയാണ്. അതിൽ വലിയ താല്പര്യവും സ്നേഹവും തിരിച്ചുകൊണ്ട് അങ്ങനെ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ നമ്മുടെ ഇവിടെ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരുമായിട്ടും നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അത് നമ്മുടെ നാടാവുമ്പോഴുള്ളൊരു പ്രത്യേകത ഉണ്ടല്ലോ. പിന്നെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന സ്ഥലങ്ങളാണ്. ചെറുപ്പം മുതൽ, ബാലവേദി കാലം മുതൽ തന്നെ സംഘടനാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മുഴുവൻ ആളുകളായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവർക്കും നമ്മളോട് വല്ല സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് ചെല്ലുമ്പോൾ ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സന്തോഷമുള്ള കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിച്ചു വരാവുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ 2019 നിന്നും വ്യത്യസ്തമാണ് ഈ 2024 കാലഘട്ടം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൃശ്ശൂരിൻ്റെ മുത്താപ്പ ജയിക്കും, ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. സാധാരണക്കാരുടെ ഇടയിലൂടെ വന്ന് ജീവിച്ച് വളർന്ന് അവരുടെ ഇടയിലൂടെ പ്രവർത്തിച്ച് നല്ലൊരു നേതാവായി ഉയർന്നു വന്ന ആളാണ്. അധ്വാനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ദേശീയ, സംസ്ഥാന, ലോക്കൽ ലീഡർമാരടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് BJPയിലേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയാണ്. അതായത് അതിന് മറുപടി കോൺഗ്രസ് തന്നെ പറയണം. എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം അങ്ങനെ സംഭവിക്കുന്നത്? അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി വരുന്നത്. അവിടെയാണ്. കാരണം ഇത്തരം ഒരു ഘട്ടത്തിൽ നമ്മളൊരു നിർണായക ഘട്ടങ്ങൾ പലപ്പോഴും എന്താ പറയുക, നമ്മൾ ഈ രാഷ്ട്രീയത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒക്കെ തന്നെ നിർണായക ഘട്ടം വരുമ്പോൾ നമ്മൾ ചാഞ്ചാടുന്ന സമീപനം എടുക്കാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് ഈ രാജ്യം ഇത്രയും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടുന്നത് എന്തുകൊണ്ടാണ്? ആ ചാടാനുള്ള സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസ്സുമായിട്ടാണ് ഞങ്ങളിവിടെ മത്സരിക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിൽ ഉള്ള വിശ്വസ്തരായിട്ടുള്ള ആളുകൾ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ ആ വോട്ട്, അതിപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ 10 സീറ്റ്, 2 ഡിജിറ്റൽ സീറ്റ് കിട്ടും എന്ന് നരേന്ദ്രമോദി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 2 ഡിജിറ്റൽ സീറ്റ് അവർ മത്സരിച്ച് എന്തായാലും 2 എണ്ണം കിട്ടാൻ വഴിയില്ല. അപ്പം മത്സരിക്കാതെ 2 ഡിജിറ്റൽ സീറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ
അവരെന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ എന്നും കൂടി നോക്കേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിലെ പല ആൾക്കാർ മറികടം ചാടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സംശയിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ ഇനി എത്ര ദൂരം ഓടാനുണ്ട്? ഇനി ലക്ഷ്യം വിജയം വരെയുള്ള ഓട്ടാണ്. ഇനി ഇത്ര ദൂരം എന്നില്ല, എന്നാണ് വിജയം, ആ വിജയം വരെ ഓടും. ഓക്കേട്ടാ, സെൽഫി എടുത്തോ.